കുളിച്ചിട്ടേ അങ്കമാടി പോണം. അങ്കമാടി പോണം. ഇതാണ് കേട്ടോ അങ്കൻവാടി എന്ന് പറയുമ്പോൾ ഉള്ള വീട്ടിലത്തെ അവസ്ഥ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നും പഠിക്കാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ല, കൊച്ചു സന്തോഷമായിട്ടിരുന്നാൽ മതി എന്ന് തോന്നും കേട്ടോ. പക്ഷേ അതൊക്കെ നമുക്ക് ഈ സിറ്റുവേഷനിൽ തോന്നുന്ന ചില പൊട്ട തോന്നലുകളാണെന്ന് എനിക്കറിയാം. എന്നാലും അങ്ങനെ ഓർത്ത് ഇപ്പോൾ 6 മാസമായിട്ടോ അങ്കൻവാടി ചേർത്തിട്ട് വിടാണ്ടിരിക്കണു. ഞാൻ കൂടെ പോയി കുറച്ച് ദിവസം ഇരുന്നു. പിന്നെ അങ്ങനെ നീണ്ട് ഇത്രയും നാളും വിട്ടില്ലെന്നുള്ളതാണ് സത്യം. ആകെ ഒരാഴ്ചയൊക്കെ കൊച്ചു പോയിട്ടുള്ളൂ. ഇപ്പോൾ 3.5 വയസ്സ് ഏകദേശമായി. ഇപ്പോൾ രാവിലെ വിടാൻ വേണ്ടിയിട്ട് പുള്ളി ഉച്ചയ്ക്ക് പൂരിയാണ് കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൂരി ഉണ്ടാക്കി കൊടുക്കണു. ആ കൂട്ടത്തിൽ ഞാൻ ഫുഡും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടായി കഴിക്കണ കൂട്ടത്തിൽ എനിക്കും കൂടെ തരുന്നുണ്ട്. അതാകുമ്പോൾ 2 പണി ഒന്നിച്ച് നടക്കുമല്ലോ. അപ്പോൾ ബോർമയിൽ നിന്ന് വന്നിട്ട് ഇച്ചോണ്ട് റെഡിയാക്കി വിടുന്നതിന് എനിക്ക് ഇച്ചിരി സമയം കുറവാണ്. അപ്പോൾ ആ സമയത്ത് വിശക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മിക്കപ്പോഴും ഇങ്ങനെ തിരക്കുള്ള സമയങ്ങളിൽ ഇങ്ങനെയാട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കണത്. കഴിഞ്ഞ് ഓടിപ്പാഞ്ഞ് നടന്ന് ഏട്ടായി കഴിക്കുന്ന കൂട്ടത്തിൽ ഓടിപ്പാഞ്ഞ് തരും. അങ്ങനെ കേട്ടോ കഴിക്കണേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിൽ കൊച്ചിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്, വെള്ളം എടുത്ത് വെക്കുന്നുണ്ട്, കൊച്ചിനെ കുളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പുറകെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിച്ചൂട്ടൻ കുളിച്ച് റെഡിയായി. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കരച്ചിലെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ലാത്ത കരച്ചിലായിരുന്നു. എന്നാലും വിടാതിരിക്കാൻ പറ്റില്ലാത്ത കൊണ്ട് ഞങ്ങൾ കൊണ്ട് വിടുന്ന കേട്ടോ. ഒത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാട്ടോ പോണേ. ഇവിടെ വണ്ടിക്കുള്ളിൽ കയറി ഇരുന്നിട്ട് വിങ്ങി പൊട്ടുമായിരുന്നു. വിങ്ങി പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, കണ്ടോ എൻ്റെ ദൈവമേ, എനിക്ക് സഹിക്കണില്ലായിരുന്നു. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. തിരിച്ച് പെരക്കകത്ത് കയറ്റിക്കൊണ്ട് പോയാലോ നോക്കി ഇരുന്ന് കരയണ കണ്ടോ എൻ്റെ ദൈവമേ. കണ്ണൊക്കെ തന്നെ തുടച്ച്, എൻ്റെ ദൈവമേ എനിക്കിപ്പോൾ പറയാൻ പോലും വയ്യ എന്നാ പറയേണ്ടതെന്ന്. അതുപോലെ എൻ്റെ കൊച്ചു കരയുമായിരുന്നു കേട്ടോ. ഞാൻ ഈ സങ്കടം ഓർത്തിട്ട് തന്നെയാണ് കേട്ടോ ഞാനിതിന് വിടൂലാത്തത്. പഠിച്ചില്ലേ പഠിക്കണ്ട എന്നൊക്കെ എനിക്ക് തോന്നും ഇങ്ങനെയൊക്കെ കാണുമ്പം. അങ്ങനെ എന്തായാലും ഏട്ടായി കൊണ്ടുപോയി കേട്ടോ. കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചർക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കാതെ വിളിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് സർപ്രൈസായിട്ട് വന്നു കേട്ടോ. ഏട്ടായി 2 മണിയൊക്കെ ആയപ്പോഴേക്കും പോയി വിളിച്ചുകൊണ്ട് വന്നു. പുള്ളി ഉപ്പുമാവും സാധനമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ വർത്തമാനം കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു. പുള്ളി ഒത്തിരി സന്തോഷത്തോടെ ആയിട്ടാണ് വന്നത്. വന്നു കഴിയുമ്പോൾ ഇതാണ് അവസ്ഥ. ടീച്ചറോ? അമ്മയോ? അമ്മാമച്ചിയോ? നേഷല്ലേ? യേശ്. അച്ഛയോ? ടീച്ചറോ?